എന്താകില്ല, നീ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കൃഷ്ണേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഷുവർട്ടി ഒപ്പിട്ട് കൊടുത്ത പ്രോജക്ട് കൃഷ്ണേട്ടന്റെ മോൻ വലിച്ചെറിഞ്ഞിട്ട് വന്നു അത്രേ. ആനന്ദിന്റെ ഷൂട്ട് വേണ്ടെന്ന് പറഞ്ഞു? അതെ, എന്റെ ഔദാര്യത്തിൽ അവനും ബിസിനസ് തുടങ്ങാൻ അവന്റെ ഈഗോ അവനെ അനുവദിച്ചു കാണത്തില്ല. പെറ്റമ്മയോട് പോലും ഈഗോ കാണിക്കുന്ന ഒരു മകൻ അവൻ ഇത്തരത്തിൽ മാറിപ്പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അഖില, നീ ഇപ്പോഴും നിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. നിന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുപോലെ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. അവന്റെ ഭാഗത്തുള്ളത് ന്യായമല്ല, ഈഗോ. അതുകൊണ്ടാ ഞാൻ കൊടുത്ത ഷുവർട്ടി വേണ്ടാന്ന് വെച്ച് 100 കോടിയുടെ പ്രോജക്ട് അവൻ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വിതച്ചതേ മുളച്ചിട്ടുള്ളൂ അഖില. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എന്നാ കമ്പനിയിൽ വെച്ച് ആനന്ദിനോട് എന്താ പറഞ്ഞത്? നിന്റെ വാക്ക് കേൾക്കാൻ വയ്യാത്ത ആനന്ദിന് തൃച്ചംബരത്തിന്റെ പ്രൗഢിയും അന്തസ്സും സമ്പത്തും പദവിയും ഒന്നും പങ്കിട്ടെടുക്കണ്ടെന്ന്. അപ്പൊ അവൻ തിരിച്ചു പറഞ്ഞതല്ലേ, അതിലൊന്നും പങ്കാളിയാവാൻ ഇനി അവനില്ലാന്ന്. എന്നിട്ട് നീ കൊടുക്കുന്ന ഷൂർട്ടി അവൻ എങ്ങനെ സ്വീകരിക്കും? അവനും ഉണ്ടാവില്ലേ അഭിമാനവും അന്തസ്സും ഒക്കെ? ഒന്നോർത്താൽ അവൻ ആരുടെയും ഔദാര്യം പറ്റാത്തതിൽ ഒരമ്മ എന്ന നിലയിൽ നീ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൃഷ്ണേട്ടാ, കുഞ്ഞേ. നമസ്കാരം ഗുരുജി. നമസ്കാരം. പവിത്രമായ ക്ഷേത്രാങ്കണത്തിലിരുന്ന് പകൽക്കിനാവ് കാണുകയായിരുന്നല്ലേ? ക്ഷേത്രദർശനം പതിവാണോ? സത്സംഗതിയെന്നേ പറയണ്ടു. ഏതായാലും നന്ന്. വരൂ. ക്ഷേത്രദർശനശീലം നന്മയെ ഉണ്ടാക്കും. സർവശക്തനായ ഒരു രക്ഷകനുണ്ടെന്ന വിശ്വാസം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശക്തി പകരും. ആ ധൈര്യം ചെറുതല്ല. ശരിയും തെറ്റുമുള്ള ഈ ലോകത്ത് ശരിയിലേക്കുള്ള കൈചൂണ്ടിപ്പലകയാണ് ദൈവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നല്ല ദൈവവിശ്വാസി പ്രകാശമുള്ള നിലവിളക്കാണ്. കല്യാണിയെ ഞാൻ കീഴ്ക്കാവിൽ വെച്ച് കണ്ടു. കല്യാണി എന്നെ കാണാത്തത് കൊണ്ടും പ്രാർത്ഥനാ നിരതയായി നിൽക്കുന്നത് കൊണ്ടും ഞാൻ സംസാരിച്ചില്ല. മനസ്സ് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ആ ഏകാന്തമായ പ്രാർത്ഥന തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി. അത് ഗുരുജിക്ക് അറിയാലോ, കല്യാണി ഒരു അമ്പലക്കുട്ടിയാ. അറിയാം. കല്യാണി ദൈവപ്രസാദമുള്ളവളാണ്. അതുകൊണ്ടാണല്ലോ കല്യാണിയെ തൃച്ചംബരത്ത് രംഗമാക്കി മാറ്റിയത്. ദൈവനിശ്ചയമാണ് നിങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ളതുപോലെ ഇപ്പോഴും പറയുന്നു. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും തീർന്നിട്ടില്ല. പ്രതിസന്ധികൾക്കൊന്നും ഒരു കുറവുമില്ല ഗുരുജി. ഒന്നോർത്താൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? കുത്തൊഴുക്കും ഓളപ്പാച്ചിലുകളും ചുഴികളുമില്ലെങ്കിൽ പുഴ പുഴയാകുമോ? ആത്മസംഘർഷങ്ങളുടെയും ധർമ്മസങ്കടങ്ങളുടെയും വികാര സംഘട്ടനങ്ങളുടെയും ആകത്തുകയാണ് ഓരോ മനുഷ്യജീവിതവും. അതിനെ നേരിട്ട് വിജയിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. കല്യാണിയുമായിട്ടുള്ള കുഞ്ഞിന്റെ സ്നേഹവും വിവാഹവും സർവേശ്വര നിശ്ചയമെന്നേ എനിക്ക് പറയാനാവൂ. മനഃപൂർവ്വം അല്ലെങ്കിലും അമ്മയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഗുരുജി. അറിയാം. ഞാൻ വന്നപ്പോഴും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നുവെന്ന് ആ മുഖം പറയുന്നുണ്ടായിരുന്നു. സങ്കടങ്ങളുടെ ആഴവും പരപ്പും കൂടുന്തോറും പ്രാർത്ഥനയുടെ നീളവും കൂടും. കൃഷ്ണേട്ടാ,
ഇളയച്ചനെ ഒന്ന് കാണുമായിരുന്നു. ഇളയച്ചൻ എവിടെയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ശാന്തി തേടിയുള്ള യാത്രയിലല്ലേ? കൈലാസ യാത്രയ്ക്ക് പോയിട്ട് പിന്നെ ഒരു അറിവുമില്ലല്ലോ. എന്നാലും സാരമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഇളയച്ചനെ കണ്ട മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു. അഖില, നിന്റെ ഇളയച്ചൻ ഋഷികേശ സ്വാമികൾ പണ്ഡിതനും ത്രികാലജ്ഞാനിയും പ്രപഞ്ചത്തെ അറിഞ്ഞ ശ്രേഷ്ഠനും ഒക്കെ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നീ പറഞ്ഞ മനസ്സമാധാനം തരാൻ അദ്ദേഹത്തിനാവില്ല. നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നീ തന്നെയാണ് ഉത്തരവാദി. നീ നഷ്ടപ്പെടുത്തിയ സമാധാനം വീണ്ടെടുക്കാൻ നിനക്കേ സാധിക്കും. അപ്പോ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ തന്നെയാണെന്നാണോ കൃഷ്ണേട്ടൻ പറയുന്നത്? അതെ, അവനവന്റെ സമാധാനം അവനവൻ തന്നെയാണ് കണ്ടെത്തേണ്ടത്. സാക്ഷാൽ ശ്രീബുദ്ധൻ തേടി ഇറങ്ങിയിട്ട് കിട്ടാത്തത് ഋഷികേശ സ്വാമികൾക്ക് തരാൻ സാധിക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും കൃഷ്ണേട്ടൻ എന്നും എന്നെ കുറ്റപ്പെടുത്തിയ ശീലമുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നിന്റെ മുഖത്ത് സമാധാനവും സന്തോഷവുമാണ് ഈ തൃച്ചംബരത്തിന്റെ ആകെ സമാധാനത്തിന്റെ അളവുകോലെന്ന് സൂചിപ്പിച്ചുള്ളൂ. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ആനന്ദ് എന്റെ മാത്രം മകനല്ല എന്നുള്ളതാണ്. എന്താ നന്ദന, അരവിന്ദ് വല്ലതും? ഏയ് ഒന്നുമില്ല, ഹീസ് പെർഫെക്റ്റ്. ആനന്ദ്, ഞാൻ സഹോദരങ്ങളില്ലാതെ വളർന്നവളാ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വീർപ്പുമുട്ടൽ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റ മകളായതുകൊണ്ട് തന്നെ അമിത വാത്സല്യവും സമ്പത്തും എന്നെ അടുത്ത കാലത്ത് വരെ അഹങ്കാരിയാക്കിയിരുന്നു. ആ അഹങ്കാരമൊക്കെ മാറി ഇന്നത്തെ ഈ ഞാനായത് എന്റെ അരവിന്ദിനൊപ്പം കൂടിയിട്ടാ. അതെ ആനന്ദ്, നിങ്ങൾ തമ്മിലുള്ള പരസ്പരം ജീവൻ പറിച്ചു കൊടുക്കുന്ന സഹോദര സ്നേഹം കണ്ടിട്ടാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ ജീവനായിട്ട് കരുതുന്ന ഒരനിയന്റെ ഭാര്യയായിട്ടിരിക്കാൻ ഇന്നെനിക്ക് അഭിമാനമാണ് ആനന്ദ്. ഇനി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഏട്ടന്റെ ശബ്ദമൊന്നും കേൾക്കാതെ ഉറങ്ങില്ല അരവിന്ദ്. ഈ ഇടയായിട്ട് ആനന്ദിന്റെ ശബ്ദം കേട്ടിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അരവിന്ദിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ചില സൂചനകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഞാൻ തൃച്ചംബരത്തൊന്ന് കയറിയേക്കാമെന്ന് കരുതുന്നതും വരുന്നത്. എന്താ ഗുരുജി, തൃച്ചംബരത്ത് ഇനി എന്തെങ്കിലും എന്ന ചോദ്യത്തിൽ ഇതിനകം തൃച്ചംബരത്തെന്തോ മഹാദുരന്തം സംഭവിച്ചതുപോലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ തൃച്ചംബരത്ത് ഇതുവരെ നല്ലതു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നിത്യജീവിതത്തിൽ ഉണ്ടാകാറുള്ള സാധാരണ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് സർവ്വസാധാരണം. തൃച്ചംബരത്തിനുമേൽ പതിക്കാനിരുന്ന പല മഹാദുരന്തങ്ങളും തലനാഴിഴയ്ക്ക് മാറിപ്പോയിട്ടുണ്ട്. എല്ലാം ഈശ്വരകാരുണ്യം. എന്നാലും ഇപ്പോഴും തൃച്ചംബരത്ത് വിഷം നിറയ്ക്കാൻ ചില ക്ഷുദ്രജീവികൾ വല വിരിക്കുന്നുണ്ട്. ഈ ക്ഷുദ്രജീവിന്ന് ഇയാള് പറഞ്ഞത് എന്നെയും വിലാസിനാന്റെയും തന്നെയാണ്. ഇയാള് രാവിലെ വലിഞ്ഞു കയറി വന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇത് എനിക്കും ആന്റിക്കുള്ള പണി തന്നെയായിരിക്കും. ഗുരുജി പറഞ്ഞു വരുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മറ്റൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ ആകാശത്തു നിന്നും കരിമേഘങ്ങൾ മാഞ്ഞു പോകണം. അതിന് കാരണവപ്രീതി വേണം. തൃച്ചംബരത്തെ അവസാനത്തെ മനുഷ്യജീവനും കത്തിയമരും വരെ ഞങ്ങളുടെ ഈ പ്രതികാരം തുടരും. കേട്ടിട്ടില്ലേ ദ്രോണപുത്ര അശ്വത്ഥാത്മാവിന്റെ പ്രതികാരം? പടയൊടുങ്ങിയ രാത്രിയിൽ ശിബിരങ്ങളിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവ മക്കളെയെല്ലാം ചുട്ടുകൊന്നിട്ട്
അവസാനത്തെ ആൺതരി വളരുന്ന ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് ബ്രഹ്മശിരാസ്ത്രം അയച്ച അശ്വത്ഥാത്മാവ്. അവന്റെ പ്രതികാരത്തെക്കാൾ കടുത്തതാണ് നാഗമടത്തുകാരുടെ പ്രതികാരം. ഞാൻ വന്നതും അതുപോലെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയില കുബുദ്ധിയുടെ കാര്യത്തിൽ ഗിരിരാജവർമ്മ അഗ്രഗണ്യനാണെന്ന് എനിക്കറിയാം. ഉപദേശം തേടിയ എന്റെ ഈ വരവ്. അഖിലയുടെ ശത്രുവിന് എന്തുപദേശവും ഞാൻ തരും. പറയേ. പ്രിയങ്കയുടെ അറിവോടെ അഖിലയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയില്ല ഞങ്ങൾ. അറിയാം. എന്നിട്ടും പ്രിയങ്കയില്ലാത്ത തക്കം നോക്കി എന്നെ തേടി വന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഒന്ന് പിഴച്ചു പോയാൽ പിന്നെ എന്ത് എന്ന് ഉത്തരം തേടിയല്ലേ ഈ വരവ്. 1000 ശകുനിമാരുടെ കുബുദ്ധിയും യാഗോമാരുടെ തന്ത്രങ്ങളും ജന്മനാ ഒരു വരദാനം പോലെ കിട്ടിയ തലച്ചോറിന്റെ ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഒന്നൊഴിഞ്ഞാൽ മറ്റൊരു മാർഗം പറഞ്ഞു തരാനാവും എനിക്ക് എന്ന ഉത്തമ ബോധ്യമുണ്ട് വിലാസിനിക്ക്. ശരിയല്ലേ? നാഗമടത്തെ ഗിരിരാജവർമ്മയുടെ ഈ ജന്മം ബാക്കി നിൽക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ ചേതനയേറ്റ ശരീരം കെട്ടൊന്ന് കുട്ടിച്ചിരിക്കാൻ മാത്രമാ. അതോടെ തീർന്നു എന്റെ ഈ ജന്മദൌത്യം. എല്ലാം ദോഷങ്ങളാ വിലാസിനി. ഗുരുജി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാ ആ പല്ലി വന്നു വീണത്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പല്ലി വീണാലേ മരണവും കാരാഗൃഹവാസവും ഫലം എന്നാണ് ഓപ്പോള് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈശ്വര, ഇതിപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാണോ എന്തോ. മനസ്സും ശരീരവും തളർന്നു പോകുന്നത് പോലെ. തളരും. അത് പല്ലിയും കൊല്ലിയൊന്നും വീണിട്ടല്ല. സ്ലോ പോയിസൺ ഓരോരോ അവയവങ്ങളെയായി ബാധിച്ചു തുടങ്ങുന്നത് കൊണ്ട്. ആ കല്യാണി എന്ന നശിച്ച ജന്മ എന്ന് ഈ തൃച്ചംബരത്ത് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ തുടങ്ങിയതാ ഈ തൃച്ചംബരത്തിന്റെ നാശം. ഒരു ദീപസ്തംഭം പോലെ തിളങ്ങി നിന്നതല്ലേ ഈ തൃച്ചംബരം. സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്ന തറവാട്. അവസാനം അവള് ചേച്ചിയുടെ ഹൃദയവും പറിച്ചോണ്ടല്ലേ പോയത്. അയ്യോ, ചേച്ചിയുടെ ഈ അവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേച്ചി. അന്ന് ആനന്ദ് ഞാനും തമ്മിലുള്ള കല്യാണം മുടങ്ങിയ സമയത്ത് ഓഡിറ്റോറിയത്തിൽ നിസ്സഹായനായി നിന്ന് പോലീസിന്റെ ഇടി വാങ്ങുന്ന അങ്കിളിനെ കണ്ടപ്പോ എനിക്ക് പുച്ഛം തോന്നി. നാഗമഠത്തിന് തന്നെ അപമാനമായൊരു ആൺജന്മമായിരിക്കുമെന്ന് ഞാൻ ഒരു നിമിഷം വിശ്വസിച്ചു പോയി. പക്ഷേ ഒരു കോടതിക്കും നിയമത്തിനും കൊടുക്കാതെ എന്നെയും പ്രിയങ്കയും ഞൊടിയിടകൊണ്ട് കുറ്റവിമുക്തരാക്കിയ അങ്കിളിന്റെ കൂർമ്മ ബുദ്ധി, ആ ക്ഷത്രിയ വീര്യം, അതും ഞാൻ കണ്ടു. പണമെറിഞ്ഞും അധികാരത്തെ കൈപ്പിടിയിൽ ഒതുക്കിയും എന്തിനേയും തനിക്ക് അനുകൂലമായി മാറ്റാൻ കേൾപ്പുള്ള ഒരഹങ്കാരിയായ മാടമ്പിയെ ഞാൻ ആ നിമിഷം മുതൽ അങ്കിളിലൂടെ വരച്ചെടുക്കായിരുന്നു. പിന്നെ ഒരു അന്വേഷണമായിരുന്നു അതുവരെ അറിയാത്ത മാതുലനെ പറ്റി. ചെയ്ത് വിജയിച്ച വീരഗാഥകളുടെ അധ്യായങ്ങളിലൂടെ. എന്റെ ലക്ഷ്യം തെറ്റിയില്ല. ഒരു നരിയുടെ വളഞ്ഞ വഴിയിലൂടെ കുതിരവേഗത്തിൽ സഞ്ചരിച്ച ഞാൻ പാഞ്ഞെത്തിയത് പേടമാനിന്റെ കൂട്ടിലല്ല, സട നരച്ച ഒന്നാന്തരം സിംഹത്തിന്റെ ഗുഹയില. മറ്റൊന്നും അല്ലങ്കളെ, എന്തോ പഴയതുപോലെ പ്രവൃത്തിയിലെ തീക്ഷ്ണതയും നോട്ടത്തിലെ മൂർച്ചയും ഇന്നവൾക്കുണ്ടോ എന്നൊരു സംശയം. ഗംഗേ, നീ പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റവും അവൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പകയുടെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത പാഞ്ചാലിയാണ് അവള്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നിലേക്ക് പ്രതികാരാഗ്നി പകർന്നവൾ അവൾ.
അവള് തളരരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അങ്കിളെ, ഏതോ ഒരു തലമുറയിലെ കാരണവന്മാരുണ്ടാക്കി വെച്ച കുടിപ്പകയുടെ കടം തീർക്കാൻ സ്വയം ചാവേറ് വേഷം കെട്ടിയിറങ്ങാൻ പ്രിയങ്കയോളം വിഡ്ഢിയല്ല ഈ നാഗമടത്ത് ഗംഗ. എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നിധി ലക്ഷ്യമിട്ട കൊട്ടാരത്തിന്റെ അടിത്തറ വരെ പൊളിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ എനിക്കുണ്ട് കൃത്യമായ ലക്ഷ്യം. തൃച്ചംബരം പൊളിച്ച് എനിക്ക് സ്വന്തമാക്കാനുള്ള നിധി അവനാ, ആ ആനന്ദ് കൃഷ്ണൻ. ആ നിധി സ്വന്തമാക്കാൻ നിധി കാക്കുന്ന ഭൂതത്തെ പോലും കൊല്ലണമെങ്കിൽ കൊല്ലും. അതിന് ചതിച്ചും കൊന്നും അറപ്പ് തീർന്ന ഈ മനസ്സിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ഇത് പ്രിയങ്കയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടം അല്ല, ഒളിഞ്ഞും മറഞ്ഞുമുള്ള പോരാട്ടം. ഞാനിപ്പോ അതിന്റെ പാസ്വേഡ് അങ്ങ് മാറ്റി. 3232 മാറ്റിയോ? എന്ത് കഷ്ടം ആന്റി. അതെ, എന്റെ പാസ്വേഡ് മാറ്റുന്നതിന് നിന്റെ അനുവാദം വേണോ? നിന്റെ ഫോണിൽ വന്നേ. ഇങ്ങ് താടി. ഈശ്വര, ഇത്തിരി നാളും അക്കൗണ്ടിന് എന്തൊക്കെ ഓർഡർ ചെയ്ത് നോക്കുമായിരിക്കും. അപ്പോ അജ്ഞാതന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് ഇവളല്ല. പഴയ കുടിപ്പകകളെല്ലാം പരസ്പരം മറന്ന് ഒത്തൊരുമിച്ച് ഒരു ജീവിതം. ഇപ്പൊ ആന്റിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ, ജയത്തിന്റെ ഒരു നാമ്പ് മുളച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഗംഗയുടെ തൃച്ചംബരവാസം തൃച്ചംബരത്തൊരു പുഴയൊഴുക്കി ആനന്ദ് കൃഷ്ണന്റെ പുതിയ തലമുറയെ പ്രസവിച്ച് പരമ്പര നിലനിർത്താനല്ല, മോഹമടങ്ങും വരെ അവനോടൊപ്പം കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ. അതെ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ. അന്ന് ശിവരാമൻ അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ. കൊല്ലും ഞാൻ, കൊന്നൊടുക്കും. ഇത് പറയാനാ ഞാൻ വന്നത്. കരുതിയിരുന്നു. നിക്ക്. അറിയാം, നീ വന്നത് തൃച്ചംബരത്തിന്റെ തകർച്ച കാണാനായിട്ടാണെന്ന് എനിക്കും നന്നായിട്ടറിയാം. നീ വരാൻ പോകുന്നു പറഞ്ഞപ്പോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നില്ല. മരണം ചോദിച്ചു വരരുതെന്ന് തന്നെയായിരുന്നു. എന്തേ എന്റെ പ്രേയസിയുടെ മുഖത്തൊരു കഥനഭാരം? ഏയ്, ഒന്നുമില്ല വല്യുഞ്ഞെ. കല്യാണി, നിന്റെ മുഖം ഒന്ന് കറുത്താൽ എനിക്ക് മനസ്സിലാവും. എന്താ കല്യാണി, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല വല്യുഞ്ഞെ. 17 കമ്പനികളുടെ MD ആയിരുന്ന ആളാ എന്റെ വല്യുഞ്ഞെ. ആ വല്യുഞ്ഞെ ഒരു ചെറിയ കമ്പനിയിൽ വെറൊരു ജോലിക്കാരനായി പോവാന്ന് വെച്ചാ എന്തോ എനിക്കതങ്ങോട്ട്. ഓ, അപ്പൊ അതാണ് പ്രശ്നം. കല്യാണി,
ഞാൻ ചെറിയൊരു ശമ്പളത്തിന് ജോലിക്ക് പോകുന്നത് വലിയൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യമൊന്നായിരിക്കും, ചെറിയ ജോലിക്ക് പോകുമ്പോ എന്റെ ഭാര്യ എനിക്ക് വലിയ അളവിൽ സ്നേഹിക്കാൻ പറ്റും. ഒരുപാട് സമയം ഉണ്ടാവും കല്യാണി. ദേ, സ്നേഹം കൊണ്ടൊരു തുലാഭാരം തീർക്കും ഞാൻ. എന്നാ പോയിട്ടെ. എന്താ ഇതൊക്കെ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ ഭിത്തിയിലൊക്കെ നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെ? ഇതോ, ഇത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ ചിത്രങ്ങൾ. എന്താ, ഇവന് നിനക്കറിയില്ലേ? പട്ടടയിലേക്ക് വെക്കപ്പെട്ട എന്റെ പ്രണയ കഥയിലെ നായകൻ. ആ ജന്മശത്രു എന്നാ നിനക്ക് നായകനായത്? അതെ, സമ്മതിച്ചു. ഇവൻ നാഗമഠത്തിന്റെ ശത്രു. അല്ലാതെ വലിയ തൃച്ചംബരത്ത് പിറവിയെടുത്ത ഗന്ധർവനൊന്നുമല്ല. അമ്മയുടെ വാക്കുകേട്ട് ജീവിതം പാഴാക്കി നടന്ന വെറും ഒരു റാസ്കൽ. പക്ഷേ എപ്പോഴും ഞാൻ പോലും അറിയാതെ ഇവനൊരു ലഹരിയാ. എന്റെ പ്രണയത്തിന്റെ ഉന്മാദമായി എന്നിലേക്ക് ഇവൻ പടർന്നു കയറി. അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കുന്നവനല്ല മകൻ, അമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നവനാ. അങ്ങനെ ചെയ്യാത്തവനാ കൃഷ്ണേട്ടന്റെ മകൻ. അതുകൊണ്ട് തന്നെ ആ അംഗീകാരത്തിന് അവന് യോഗ്യതയില്ലാന്ന് കൂട്ടിക്കോ. അവൻ ഇനിയും അനുഭവിക്കും. അഖില, അവൻ സ്വയം വലിച്ചെറിഞ്ഞു പോയതല്ല ഇത്. നീ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. നീ കൃഷ്ണേട്ടന്റെ മകൻ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നു മുതലാ അവൻ എന്റെ മകൻ മാത്രമായി തുടങ്ങിയത്? അവന്റെ ഇഷ്ടങ്ങൾക്കും അവൻ വില കൊടുത്തു തുടങ്ങിയപ്പോൾ. കോഫി എടുക്കട്ടെ? വേണ്ട. എന്താ ആന്റി, എന്തോ ആലോചിക്കും പോലെ? ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? സോറി ആന്റി. ഇല്ല, ഞാൻ വെറുതെ ഇരുന്നതാ. എന്തു പറ്റി ആന്റി? ആന്റി, എന്തു പറ്റി പറയേ? ചേച്ചി, എന്തു പറ്റി? ദൈവമേ, എന്തു പറ്റി ചേച്ചി? ആന്റി, തല ഇറങ്ങുന്നുണ്ട് ആന്റിക്ക്. ഞാൻ കയറി വരുമ്പോ ആന്റി തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. അയ്യോ ചേച്ചി, പറ, ചേച്ചിക്ക് എന്താ സുഖമില്ലേ? ഇല്ല, ഒന്നുമില്ല. സ്ലോ പോയിസൺ വർക്ക് തുടങ്ങി. ആന്റി, ഒന്നുമില്ല നന്ദന. ഞാൻ ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ തല കറങ്ങുന്ന പോലെ തോന്നി. ഒരുമാതിരി കണ്ണിൽ ഇരുട്ട് കയറി തല കറങ്ങുന്ന പോലെ. ആന്റി, എനിക്ക് താമസിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം പ്ലീസ് ആന്റി. ദൈവമേ, ചതിച്ചോ? ഇനി ഹോസ്പിറ്റലിൽ പോയി സ്ലോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞ കാര്യങ്ങൾ ആകെ പൊളിയുമല്ലോ. എഴുന്നേക്ക ആന്റി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, എന്താ നന്ദന ഈ പറയുന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തി ചേച്ചിയെ വെറുതെ രോഗിയാക്കാനോ? തല കറങ്ങുന്നത് നന്നായിട്ട് ആഹാരം കഴിക്കാഞ്ഞിട്ടാ. എത്ര നാളായി ചേച്ചി നല്ലപോലെ ആഹാരം കഴിച്ചിട്ട്? എവിടെയും പോണ്ട, ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം. കേൾക്കട്ടെ ആന്റിയുടെ മാസ്റ്റർ പ്ലാൻ. കൊള്ളാം, ഗുഡ്. ആന്റിയുടെ അവതരണം കൂടി ആവുമ്പോ ഇത് ഫലിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസം തന്നെയാണ്.
ആന്റി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കരളും ശ്വാസകോശവും ഒക്കെ ഒന്ന് നിലയ്ക്കാൻ ഇനി എത്ര നാള് കാത്തിരിക്കണം? ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷക്കൂട്ട ആന്റിക്ക് നൽകിയിരിക്കുന്നത്. കരിനാഗങ്ങളെ തോൽപ്പിക്കുന്ന ഉഗ്രവിഷം സിരകളിലൂടെ പടർന്ന് ശരീരമാകെ വിഷം കയറി ഹൃദയവും തലച്ചോറും സപ്തനാഡികളും തകർന്ന് വൃക്കകൾ രണ്ടും പ്രവർത്തനം നിലച്ച് ഒരു പഞ്ഞിക്കെട്ടുപോലെ വീർത്ത് അകമേന്ന് അഴുകിത്തുടങ്ങുന്ന അഖിലയുടെ ദുർഗന്ധം എനിക്കെന്റെ മൂക്കിലൂടെ വലിച്ചെടുത്തൊന്ന് ആസ്വദിക്കണം. എന്തൊക്കെയാ പ്രിയങ്ക ഇത്? പേടിക്കണ്ട ആന്റി. ആന്റി പോയി കാര്യങ്ങൾ ചെയ്യ. എന്താ വന്ദന, നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല അരവിന്ദ്. അല്ലല്ല, എന്റെ നന്ദനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് ഞാൻ കണ്ട നന്ദനയല്ലല്ലോ ഇത്. ഇല്ല അരവിന്ദ്, മനസ്സിലെന്തോ മൗനം കൂടുകൂട്ടിയതുപോലെ. ഒരു പക്ഷേ അരവിന്ദ് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടാവും. എന്നെ പിരിഞ്ഞിരിക്കാനുള്ള സങ്കടം കൊണ്ടാ? എടോ നന്ദനെ, എടി ഞാൻ 5 കൊല്ലത്തേക്ക് ഗൾഫിൽ പോകുന്നല്ല, ബിസിനസ് മീറ്റിംഗിന് ബാംഗ്ലൂരിലേക്ക് പോവാ. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് തിരികെ പറഞ്ഞെത്തില്ലേ? വേറെ ഒരു ദിവസത്തെ ഗ്യാപ്പ്, ഒരു രാവും ഒരു പകലും. ഒരു രാവും പകലൊന്നല്ല അരവിന്ദ്. എനിക്ക് ഒരു നിമിഷം പോലും അരവിന്ദ് അരികിലില്ലെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്താടോ ഇത്? ഇപ്പോ എന്നിൽ നിന്നുള്ള എല്ലാ വഴികളും നിന്നിൽ വന്ന് അവസാനിക്കുകയാണ് അരവിന്ദ്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നുക. എന്തിനാന്നറിയണ്ടേ? ഇങ്ങനെയുള്ള നിന്നെയാണല്ലോ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ ശ്രമിച്ചെന്ന് ഓർക്കുമ്പോ എന്നാലേ ഫ്ലൈറ്റ് തെറ്റിക്കണ്ട, പോയിട്ട് വാ. പിന്നെ നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണേ. ഞാൻ പ്രതീക്ഷിച്ചത് അരവിന്ദ് ഇങ്ങനെ പറയുന്നു. അരവിന്ദ് ഇങ്ങനെ പറയുമ്പോഴാ ഒരു മരുമകൾ എന്ന ഉത്തരവാദിത്തം കാണിക്കാൻ എനിക്കൊരല്പം കൂടി ഇഷ്ടം കൂടുന്നത്. പോയിട്ട് വാ. അമ്മയോട് അനുവാദം ചോദിക്കുന്നില്ലേ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതും ഞാൻ പ്രതീക്ഷിച്ചതാ. എന്നാലല്ലേ അരവിന്ദ് കൃഷ്ണൻ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണൻ ആവും. എല്ലാം നല്ലതിനാവൂന്ന് പ്രതീക്ഷിക്കാം. ശരി, അപ്പോ ബാക്കിയുള്ള പ്രതീക്ഷകളൊക്കെ ഒരു ടിന്നിൽ അടച്ചു വെച്ചേക്ക്, ഞാൻ വന്നിട്ട് തുറക്കാം. നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി, എന്നാലൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ല ഇപ്പൊ എനിക്കുള്ളത്. എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അറിഞ്ഞു അഖില?
നീയും ആനന്ദും തമ്മിൽ ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് ചെയ്യാൻ രാജലക്ഷ്മി, അങ്ങനെയൊക്കെ സംഭവിച്ചു. അഖിലയ്ക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണത്. നമുക്ക് തൽക്കാലം ഇത് വിടാം. ആ, അതിരിക്കട്ടെ, നിനക്ക് എന്തോ സുഖമില്ലെന്ന് ശിവരാമൻ സാർ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ച എന്താന്ന് എനിക്കറിയില്ല രാജലക്ഷ്മി. വല്ലാത്ത ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റല്. ഒരു ചെക്കപ്പ് നടത്തിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ, ചെക്കപ്പ് നടത്താം. അതിനു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. നിനക്ക് അറിവുള്ളത് തന്നെയാ. ആ രാജലക്ഷ്മി, ഇതാണ് എന്റെ മരുമകൾ നന്ദന. MBA ഗോൾഡ് മെഡലിസ്റ്റാ. മോളെ, ഇത് ഡോക്ടർ രാജലക്ഷ്മി, എന്റെ പഴയൊരു സുഹൃത്താണ്. ഹായ് ഡോക്ടർ. ഹായ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാ കാണുന്നേ. അഖില, മനസ്സിൽ ടെൻഷൻ വന്നാൽ പിന്നെ ചിട്ടകളൊക്കെ മാറും. ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ജീവിച്ചാൽ പിന്നെ തലചുറ്റൽ മാത്രമല്ല, 1000 പ്രശ്നങ്ങളുണ്ടാകും. കല്യാണി, എന്താ പെട്ടെന്ന് കാണുന്നു പറഞ്ഞത്? എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നല്ലോ. അത് അഖിലാന്റിക്ക് അത്ര നല്ല സുഖമില്ല. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ തൃച്ചംബരത്തേക്ക് വന്നോ? വന്നു. ആന്റിയുടെ സുഹൃത്ത് ഒരു ഡോക്ടർ രാജലക്ഷ്മി. മാഡത്തിന് എന്താ പറ്റിയേ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല കല്യാണി, തലകറക്കുക. അത് കൃത്യമായിട്ട് ആഹാരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടർ വന്നിട്ടാണെങ്കിൽ ഒന്നും നോക്കിയില്ല, ഒരു നോർമൽ ചെക്കപ്പ് പോലും ചെയ്തില്ല. പിന്നെന്തിനാ ആ ഡോക്ടർ തന്നെ വിളിച്ചത്? അതെല്ലാം ആ വിലാസിനി ആന്റിയുടെ ഏർപ്പാട്. ആരെങ്കിലും പറഞ്ഞ ആന്റി കേക്കോ? ആ ഡോക്ടറും ആന്റിയും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു. മാഡത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല കല്യാണി. അഖിലാന്റിക്ക് ആനന്ദിനെ കാണാത്തിന്റെ ചെറിയൊരു സങ്കടം. ആന്റിക്ക് ആനന്ദിനോടുള്ള സ്നേഹത്തെപ്പറ്റി കല്യാണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുറമെ ഗൗരവം കാണിച്ചിരിക്കുമെങ്കിലും ഉള്ളിൽ ആനന്ദിനെ കുറിച്ചുള്ള ആദി തന്നെയാ. ഈ വിലാസിനി ആന്റി ആണെങ്കില് അഖിലാന്റിയുടെ അടുത്തുനിന്ന് മാറുന്നേയില്ല. നമ്മൾ എന്ത് കാര്യം തിരക്കാൻ ചെന്നാലും അപ്പൊ വിലാസിനി ആന്റി ഓടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഒരു അയൺ ടോണിക്കാ കൊടുക്കുന്നത്. പറഞ്ഞാലൊട്ട് കേൾക്കുന്നുമില്ല. ആ ടോണിക്ക് കൊടുക്കാൻ ഞാൻ തന്നെ അനിയൻകുഞ്ഞിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എവിടെയോ തെന്നി വീണ് കാലൊന്നിടറി മുടന്തിയാ നടന്നത്. അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ എന്ന് ഞാനും കരുതി. എവിടെ? ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ എന്താ നേരത്തെ? ഇന്ന് കുറച്ച് തിരക്കുണ്ടച്ചാ. ആ കൊട്ടേഷൻ നോട്ടിഫിക്കേഷന്റെ ഡേറ്റ്. ഗുഡ്. അത് തന്നെ ഞാനും ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. പ്രോഫിറ്റ് കുറഞ്ഞോട്ടെ, ക്വാളിറ്റി മികച്ചതായിരിക്കും. അങ്കിൾ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഒരു പരസ്യവാചകമാണല്ലോ. ശംഭോ മഹാദേവ. ഇതിന്റെയും കൂടി ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വര, ഇനി വിഷം കൊടുത്തത് ഞാനാണെന്ന് ഞാൻ ഇങ്ങനെ ഗണിച്ചു പറയൂ. അയ്യോ. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇരിക്കണം. അഖിലാണ്ടേശ്വരി ആന്റി പൂജാമുറിയിലെ പ്രാർത്ഥനയില്ല. അഖിലെ വിളിക്കും മോളെ. വേണ്ട, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തണ്ട. ആന്റി വരുന്നുണ്ട്. നമസ്കാരം ഗുരുജി. നമസ്കാരം.
ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ ഗുരുജി ഒന്ന് കാണണമെന്ന്. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോ തൃച്ചംബരത്തൊന്ന് കയറണമെന്ന് എന്റെ മനസ്സും പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളാകെ പ്രശ്നത്തിലാ ഗുരുജി. ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു മനസ്സമാധാനവും ഇല്ല. നമുക്ക് പുറത്തേക്ക് നിൽക്കാം. വരൂ. പല ആചാരങ്ങളും ദൈവകൽപ്പനകളാണ്. അത് നിഷേധിക്കപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്തുകളുണ്ടാവും. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടുമുള്ള തറവാടുകളിൽ സർപ്പപൂജ മുടങ്ങിയാൽ തറവാട് അന്യം നിന്നു പോകുന്ന കാഴ്ചകൾ നാം കൺമുമ്പിൽ കാണുന്നതാണ്. അതുപോലെ തൃച്ചംബരവും പ്രതാപികളായ പ്രമാണിമാർ വാണരുളിയിരുന്ന തറവാടാണ്. പരദേവതാ പ്രീതിയും പരമ്പരാഗത കർമ്മങ്ങളും ഇവിടെ മുടങ്ങുന്നു. അത് പാടില്ല. ഗുരുജി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ പരമ്പരാഗത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ തൃച്ചംബരത്തിന്റെ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ കുലദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. മൂത്ത മരുമകളുടെ പൂജ ആരംഭിക്കുന്നതോടെ കുലദൈവങ്ങൾ തൃപ്തിപ്പെടും, കാരണവന്മാർ പ്രസാദിക്കും. നിക്ക് അല്ല, ഇതെന്താ ഈ വേഷത്തില്? ഇന്ന് കമ്പനി പോകുന്നില്ലേ? സമയായല്ലോ. കമ്പനിയിലൊക്കെ പോണം. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത കല്യാണിയോട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. നിന്നെ കാണാൻ ഞാൻ ഔട്ട് ഹൗസിലേക്ക് ഇറങ്ങുമായിരുന്നു. സന്തോഷ വാർത്തയോ? അതെന്താ? ഉണ്ട്, പറയാം. ചില കാര്യങ്ങള് കൊടുക്കുന്നവർക്കും കിട്ടുമെന്നല്ലേ ചൊല്ലാറ്? അതുപോലൊരു സന്തോഷ വാർത്തയാ ഞാനിപ്പോ പറയാൻ പോകുന്നത്. എന്താ കാര്യം പറയ്. കല്യാണി, ഞാൻ ഈ പറയുന്ന സന്തോഷ വാർത്ത കേൾക്കുന്ന നിനക്ക് മാത്രമല്ല, പറയുന്ന എനിക്കും സന്തോഷമുണ്ട്. അത് കൊള്ളാം. എന്നാലേ അതെന്ത് സന്തോഷ വാർത്തയാ? പറയാം. ആദ്യം നീ ഈ വാർത്ത കേട്ട് കഴിയുമ്പോ എനിക്ക് ചെലവ് ചെയ്യാന്ന് വാക്ക് തരണം. ശരി, സമ്മതിച്ചു. ഇനി പറ. കല്യാണി, ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ല മനസ്സാ കല്യാണിയുടേതെന്ന്. അതാ നിന്റെ സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നത്. കല്യാണി, കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് കേട്ടിട്ടില്ല. ഇവിടെ അതുപോലെ കാലം കഥ മാറ്റി എഴുതുക. ഇന്ന് തൃച്ചംബരത്ത് ഗുരുജി വന്നിരുന്നു. തൃച്ചംബരത്തിന്റെ പരമ്പരാഗത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ തൃച്ചംബരത്തിന്റെ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ കുലദൈവങ്ങൾക്ക് പൂജ ചെയ്യണം.
മൂത്ത മരുമകളുടെ പൂജ ആരംഭിക്കുന്നതോടെ കുലദൈവങ്ങൾ തൃപ്തിപ്പെടും, കാരണവന്മാർ പ്രസാദിക്കും. അതോടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? അഖിലാന്റെ സമ്മതം പറഞ്ഞു. സത്യാണോ? സത്യം. എന്റെ ദേവി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണി, അഖിലാന്റിക്ക് ഒരുപാട് കാലമൊന്നും ആനന്ദിനെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന്. ആനന്ദ് താലി കെട്ടിയ പെണ്ണിനെ അഖിലാന്റി അംഗീകരിച്ചേ പറ്റൂ. സന്തോഷായില്ലേ നിനക്ക്? കണ്ണു നിറഞ്ഞു. ഇങ്ങനൊരു കല്യാണി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കണ്ണു നിറയോ? ഇനി ഈ കണ്ണു നിറയല്ല വേണ്ടത്. പകരം സന്തോഷം കൊണ്ട് ഈ കണ്ണുകളിൽ 100,000 പനിനീർ പൂക്കൾ വിടർന്ന് പരിലസിച്ചു നിൽക്കണം. അയ്യോ ഞാൻ ഈ മൂത്ത മരുമകളുടെ കണ്ണും നോക്കി നിന്ന് സാഹിത്യം പറഞ്ഞാലേ എന്റെ കമ്പനി പോക്ക് മുടങ്ങും. പോട്ടെ കല്യാണി. ആ കല്യാണി, നീയേ തൃച്ചംബരത്തേക്ക് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി തുടങ്ങിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടി നല്ലത് സ്കൂൾ തുറക്കുന്നതായിരുന്നു. ഈ വൃക്കയുടെ പടം വരച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഈ നശിച്ച വൃക്കയുടെ പടം എത്ര വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതൊരുമാതിരി ശ്രീലങ്ക പോലെ ഉണ്ട്. ഇതൊക്കെ മതി, ഇതൊന്ന് ഷെയ്ഡ് ചെയ്തേക്കാം. അയ്യോ ചേച്ചി, എന്റെ വൃക്ക ഇത് എത്ര നേരം കഷ്ടപ്പെട്ട് വരച്ചാണെന്ന് അറിയോ? ഇനി ഞാൻ ഈ ഫോട്ടോ എങ്ങനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും? എന്താ ചേച്ചി കാണിച്ചത്? ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സന്തോഷം കൊണ്ടേ നിന്റെ ചേച്ചിക്ക് ഭ്രാന്ത്. അഖില, തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ നിന്റെ നിൽപ്പ്? എന്താ സംശയം? ഇന്നും നല്ല കൃഷ്ണേട്ടാ, എന്നും കുടുംബ പാരമ്പര്യത്തിന് കോട്ടം വരുത്താത്ത നിലപാടിൽ ഉറച്ചു തന്നെയാണ് എന്റെ നിൽപ്പ്. നീ കല്യാണി പൂജ ചെയ്യേണ്ടതെന്നും അവൾ നിന്റെ മരുമകളല്ലെന്നും പറഞ്ഞല്ലോ. കല്യാണിയെ മാറ്റി നിർത്താം. പക്ഷേ ആനന്ദ് നിന്റെ മകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മകനല്ലാതായി മാറുമോ? ഒരു സംശയവും വേണ്ട. 10 മാസത്തോളം അവന് സംരക്ഷണ വലയമൊരുക്കിയ മനസ്സിന്റെ ഇഷ്ടങ്ങളെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് പോയ മകനെ മകനല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഏതൊരമ്മയ്ക്കും പറ്റും. മക്കളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഗതികേട് ചില അമ്മമാർക്കുണ്ട്. അവരിത്തരം താന്തോന്നികളായ മക്കളെ അംഗീകരിച്ചേക്കാം. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരിക്കലും മക്കളുടെ സഹായത്തിന്റെയോ ഔദാര്യത്തിന്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന മക്കളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അച്ഛനമ്മമാർ ബാക്കി വെച്ച സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാനുള്ള വെറും യന്ത്രങ്ങളല്ല മക്കൾ. സ്വന്തം സ്വപ്നങ്ങൾക്കൊത്ത് ജീവിക്കേണ്ടവരാണ്. അവർക്കുമുണ്ട് രക്ഷകർത്താക്കളെപ്പോലെ ഈ പറഞ്ഞ ആദർശങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ.
ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല. എന്നാൽ ആ ആഗ്രഹം മറ്റുള്ളവർക്ക് ഉപദ്രവമാവുമ്പോൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് വിളിക്കുന്നത്. ഒരു താക്കോല് മതി അടയ്ക്കാനും തുറക്കാനും. അതുപോലെ ഒരു നാവ് മതി വളർത്താനും തളർത്താനും. മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാത്ത നിലപാട് പലപ്പോഴും ഒരു ഏകാധിപതിയുടേതാണ്. കുടുംബത്തിന്റെ അഭിമാനത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ നിൽക്കുമ്പോ കൂടെ നിൽക്കേണ്ടവർ എതിരാളികളായിട്ട് മാറിയാൽ എനിക്കും ഏകാധിപതിയുടെ തലത്തിലേക്ക് മാറേണ്ടി വരും. ചരിത്രത്തിൽ ഇടം നേടിയവരെല്ലാം ഏകാധിപതികളായിരുന്നു എന്നുള്ള സത്യം കൃഷ്ണേട്ടനും മറക്കണ്ട. എത്ര നീചമായിട്ടാണ് അഖില നീ സംസാരിക്കുന്നത്. അകറ്റി നിർത്താൻ ആക്രോശങ്ങൾ മാത്രം മതി. പക്ഷേ ചേർത്ത് നിർത്താൻ ക്ഷമയും സ്നേഹവും അതിനുള്ള മനോധൈര്യവും വേണം. മനുഷ്യ സ്നേഹത്തിന്റെ ആൾരൂപമെന്നും പൊന്നിന്റെ മനസ്സാണെന്നുമൊക്കെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന എന്റെ അഖില ഒരു ഏകാധിപതിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ അത് കേട്ടു നിൽക്കേണ്ടി വരുന്ന എന്റെ മനസ്സ് തകർന്നു പോവുകയാണ്. വെട്ടിപ്പിടിച്ചും കൊന്നൊടുക്കിയുള്ള പാരമ്പര്യമാണ് ഏകാധിപതികൾക്ക് അധികവും. അത് മറക്കണ്ടാകില്ല. കുടുംബമാനം കൈവിട്ടു പോവെന്ന് തോന്നിയാ ചിലപ്പോ ഞാനും അത് ചെയ്തു എന്ന് വരും. എന്നുവെച്ചാൽ സ്വന്തം മകനെ കൊല്ലാൻ പോലും നീ മടിക്കില്ലെന്നാണ്. പരമ്പരകളായി കാത്തു സൂക്ഷിക്കുന്ന തൃച്ചംബരത്തിന്റെ പാരമ്പര്യവും അന്തസ്സും കാക്കാൻ ചുമതലപ്പെട്ടവളാണ് ഞാൻ. അതിനുവേണ്ടി വേണ്ടി വന്നാൽ സ്വന്തം മകനാണെങ്കിൽ പോലും കൊന്നൊടുക്കം ഞാൻ. ഇന്ന് നമ്മുടെ വല്ലുവിനെ കാത്തിരിക്കുന്നത് 2 സർപ്രൈസുകളാ. 2 സർപ്രൈസുകളോ? ഒന്ന് സ്കൂട്ടർ. അതിനേക്കാൾ വലിയ സർപ്രൈസ് അല്ലേ ചേച്ചിയെ അഖിലമ്മയുടെ മൂത്ത മരുമകളെ അംഗീകരിച്ചെന്നുള്ള കാര്യം. നീ എന്തൊക്കെയാ അനിൻകുട്ടി പറയണേ? അഖിലമ്മയുടെ എന്നെ മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ചു എന്ന് നമുക്ക് തോന്നിയതല്ലേ? അതൊക്കെ പൂജ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, അത് അംഗീകരിച്ചെന്റെ ലക്ഷണം തന്നെയാ. അല്ലെങ്കിൽ ചേച്ചിയെ കൊണ്ട് അഖിലമ്മയുടെ പൂജ ചെയ്യിക്കാൻ തയ്യാറാവൂ? അനിൻകുട്ടാ, ദേ നീ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. വല്ലുവിനെ കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബെല്ലുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോ ഇങ്ങോട്ട് വരെയായിരിക്കും. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ പോയി ഉറങ്ങ്. വേണ്ട, വല്യുഞ്ഞ് വന്ന് സ്കൂട്ടർ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അത് മാത്രല്ല, സ്കൂട്ടർ വാങ്ങിയതിനൊരു ട്രീറ്റ്, ചേച്ചി മരുമകളെ അംഗീകരിച്ചെന്നുള്ള സന്തോഷത്തിൽ അടുത്ത ട്രീറ്റ്. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. നീയാള് കൊള്ളാലോ. ഇപ്പൊ മനസ്സിലായി നീ അത്രക്ക് ചെറിയ കുട്ടിയൊന്നും അല്ലാന്ന്. അരവിന്ദ്, 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 എന്തെങ്കിലും ഒന്ന് പറ. എവിടാ അരവിന്ദ്?
അരവിന്ദ് എണീക്ക്. എന്തടി? എനിക്കെന്തോ പേടിയാവുന്നു. ഞാനേ എനിക്കെന്തോ സ്വപ്നം കാണുന്നു. പകല് മൊത്തം കഥ വായന, രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. അരവിന്ദ് അതല്ല. ഏതല്ലാന്ന്? പകല് വല്ല പ്രേതാതി വാങ്ങിച്ചിട്ട് രാത്രിയുടെ സ്വപ്നം കാണും. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവളുടെ ഇവിടെ പേജ് ഒച്ചടിച്ച് വായിച്ചിട്ട് പോരാഞ്ഞത് ഇപ്പൊ മൊബൈലിൽ ഒരു ഈറീടും കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആക്കി. ഇനി ഇവിടെ നിന്ന് ഉറങ്ങിക്കോ. ഹനുമാനെ പ്രാർത്ഥിച്ചു കിടന്നാ മതിട്ടാ. ഫോൺ എവിടെ? നിന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്യും. നീ ഫോൺ ഉപയോഗിക്കണ്ട. ഈശ്വര, നേരെ എത്രയായല്ലോ. വല്യുഞ്ഞ് ഇതുവരെ